യെസ്, നമുക്ക് തൃശ്ശൂരിലേക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു. പ്രതിഷേധം നടക്കുന്നു. മന്ത്രിമാർ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി അവിടെ തയ്യാറാകുന്ന സ്ഥലത്താണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. മന്ത്രിമാർ ഇവിടെ എത്തിയപ്പോൾ, കോൺഫറൻസ് ഹാളിൽ എത്തിയപ്പോൾ അതിന് മുന്നിൽ നിന്നാണ് വീട്ടമ്മയുടെ പ്രതിഷേധം. ഇവിടെ വന്ന് വലിയ ചുറ്റിത്തിരിയലൊന്നും വേണ്ട, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം, തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അതുകൊണ്ടാണ് താൻ ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നതെന്നാണ് വീട്ടമ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന 1.5 ചക്രം ഗുണ്ടയൊന്നുമല്ല ഞാൻ. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട. അപ്പോൾ വനിതാ പോലീസുകാർ അവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. അവർ മന്ത്രിമാർക്ക് മുന്നിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഈ ഒരു മന്ത്രിമാർക്ക് മുന്നിൽ നിന്നുള്ള പ്രതിഷേധം ഒഴിവാക്കാൻ, അവരെ ഇവിടുന്ന് സ്ഥലത്ത് നിന്ന് പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. നിലവിൽ ദേവസ്വം മന്ത്രി പുറത്താണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനും അതേപോലെ തന്നെ മന്ത്രി ആർ ബിന്ദുവും ഈ ഒരു ഹാളിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വ്യക്തിപരമായ പരാതികൾ പോലും പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. ഇത്തരം പഞ്ചായത്ത് തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ പോലും പരിഹരിക്കാൻ ഭരണകൂടങ്ങൾക്കാകുന്നില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട. വലിയ ആഗോള കാര്യങ്ങൾ മന്ത്രിമാർ പറയുമ്പോൾ ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ ഭരണകൂടത്തിനാവുന്നില്ല എന്നതിന്റെ ഉദാഹരണം. ഈ ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു വർഷമായി. പലവട്ടം പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവാം. അതിന് പരിഹാരം കാണാതെ വന്നപ്പോഴാണ്, ഗതികെട്ടാണ് ഒരു പക്ഷേ ഈ മന്ത്രിമാരുടെ മുന്നിൽ അവർ ഈ സങ്കടം അഴിച്ചു വെച്ചത്. ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി.